അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന കിതാബുൽ അഖീദയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 50 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ. ഒന്നാമത്തെ ചോദ്യം, യോജിച്ചവ ചേർക്കാം. ഇവിടെ ബോക്സിൽ ഉത്തരങ്ങളുണ്ട്. ആ ഓപ്ഷൻസുകൾ നല്ല രൂപത്തിൽ വായിച്ച് മനസ്സിലാക്കി ഈ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതുകയാണ് വേണ്ടത്. എന്തൊക്കെയാണ് ബോക്സിലുള്ളത്? മക്കയിൽ അല്ലാഹു, മനുഷ്യർ, മദീനയിൽ മലക്കുകൾ. ഇനി ഒന്നാമത്തെ ചോദ്യം എന്താണ്? മണ്ണിനാൽ പടക്കപ്പെട്ടവർ ആരാണ്? മനുഷ്യരാണ്. മനുഷ്യർ എന്ന് എഴുതുക. രണ്ടാമത്തത്, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ ആരാണ്? മലക്കുകൾ. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് എവിടെയാണ്? മക്കയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് മദീനയിൽ. ഭൂമി പടച്ചത് ആരാണ്? അല്ലാഹു ആണ്. ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത്, ശരിക്ക് ശരി അടയാളപ്പെടുത്താം. അള്ളാഹു നമുക്ക് കേൾക്കാൻ തന്നു. എന്ത്? കണ്ണാണോ ചെവിയാണോ? ചെവി തന്നു. ആ ചെവി എന്നുള്ള ബോക്സിൽ ശരി മാർക്ക് കൊടുക്കുക. രണ്ടാമത്തത്, അള്ളാഹു നമുക്ക് സംസാരിക്കാൻ തന്നു. എന്ത്? നാവാണോ ചെവിയാണോ? നാവ്. 3, അള്ളാഹു നമുക്ക് പിടിക്കാൻ തന്നു. എന്ത്? കാലാണോ കയ്യാണോ? കയ്യ്. അള്ളാഹു നമുക്ക് നടക്കാൻ തന്നു. എന്ത്? കാല്, കയ്യ്. ഏത്? കാല്. അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ തരുന്നു. എന്ത്? മണ്ണാണോ വായുവാണോ? വായു. ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾക്ക് നേരെ ശരി മാർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി മൂന്നാമത്തത്, ഉത്തരം എഴുതാം. അള്ളാഹു നമുക്ക് ഭൂമി തന്നു. എന്തിന്? വസിക്കാൻ, ജീവിക്കാൻ, അല്ലെ? അപ്പോൾ വസിക്കാൻ എന്നെഴുതിയാൽ മതി. രണ്ടാമത്തത്, അള്ളാഹു നമുക്ക് ഭക്ഷണം തരുന്നു. എന്തിന്? കഴിക്കാൻ, അല്ലെ? കഴിക്കാനല്ലേ ഭക്ഷണം തരുന്നത്? കഴിക്കാൻ. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു. എത്രാം വയസ്സിൽ? 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് ലഭിച്ചത്, നബിയായത്. ഇനി അടുത്തത് നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. എത്രാമത്തെ വയസ്സിൽ? 53-ാമത്തെ വയസ്സിൽ. ഇനി പദങ്ങൾ ശരിയാക്കി എഴുതാം. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ശ്രദ്ധിച്ച് എഴുതേണ്ട ഒന്നാണിത്. ഒന്നാമത്തത്, ഇവിടെ താഴെയുള്ള പദങ്ങളിൽ ചില ചെറിയ തെറ്റുകളുണ്ട്. അത് നമ്മൾ ശരിയാക്കി എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ പദം ക്ഷീണം എന്നാ കൊടുത്തിട്ടുള്ളത്. ക്ഷീണം എന്ന് പറയാറുണ്ടോ നമ്മൾ? ഇല്ല, ക്ഷീണം എന്നേ പറയാറുള്ളൂ. അപ്പോൾ അവിടെ ആ ചി എന്നുള്ളത് മാറ്റിയിട്ട് ഷീ എന്നാക്കണം. അപ്പോഴാണ് ക്ഷീണം എന്നാവുന്നത്. രണ്ടാമത്തത്, പഠിച്ചു. പഠിച്ചു എന്നെഴുതിയതിൽ ഒരു ഹാ വിട്ടുപോയിട്ടുണ്ട്. പഠിച്ചു. അവിടെ ഡി കഴിഞ്ഞിട്ട് പിന്നെ ഹാവും ചായുമാണ് വേണ്ടത്. അങ്ങനെ പഠിച്ചു എന്ന് ശരിയാക്കി എഴുതണം. മൂന്നാമത്തത്, വഴിപ്പെടുന്നവർ. വഴിപ്പെടുന്നവർ എന്ന് പറയാറുണ്ടോ? ഇല്ല, വഴി. വഴിപ്പെടുന്നവർ. അവിടെ ഈ മാറ്റിയിട്ട് റി എന്നാക്കണം. വഴി, വഴിപ്പെടുന്നവർ. ഇനി ആരാധന. ആരാധന എന്ന് പറയുമ്പോൾ അവിടെയും ഒരു ഹാ വിട്ടുപോയിട്ടുണ്ട്. ദാക്ക് ശേഷം ഒരു ഹാ വിട്ടുപോയിട്ടുണ്ട്. അവിടെ ഹാ ചേർത്ത് കൊടുത്ത് ശരിയാക്കി എഴുതുകയാണ് വേണ്ടത്. ഇങ്ങനെ ആ പദങ്ങൾ ശരിയാക്കി എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത്, നമുക്ക് പേരുകൾ എഴുതാം. പ്രധാനികളായ 4 മലക്കുകൾ അവസാനത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? ആരൊക്കെയായിരുന്നു? ജിബ്രീൽ അലൈഹിസലാം, മീകായിൽ അലൈഹിസലാം, ഇസ്രാഫീൽ അലൈഹിസലാം, അസ്റായിൽ അലൈഹിസലാം. ആ 4 മലക്കുകളുടെ പേരുകൾ അവിടെ എഴുതുകയാണ് വേണ്ടത്. ഇനി അവസാനത്തെ ചോദ്യം, വേർതിരിക്കാം. ഇവിടെ ബോർഡിൽ കുറച്ച് സാധനങ്ങളെ പേര് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നവയും കാണാൻ പറ്റാത്തവയും എഴുതുകയാണ് വേണ്ടത്. എന്തെല്ലാമാണുള്ളത്? പേന, ജിന്ന്, മനുഷ്യൻ, മദ്രസ, മലക്ക്, പിശാച്. അതിൽ നിന്ന് കാണുന്നവ ഏതൊക്കെയാണ്? പേന കാണാൻ പറ്റും, മനുഷ്യനെ കാണാൻ പറ്റും, മദ്രസ കാണാൻ പറ്റും. അതൊക്കെ ആ ബോക്സുകളിൽ എഴുതുക. കാണാത്തവ ഏതെല്ലാമാണ്? ജിന്ന്, മലക്ക്, പിശാച്. ഇങ്ങനെ കാണാത്തവ ആ ബോക്സുകളിലും എഴുതുക. ഇതാണ് ഇന്ന് 2ാം ക്ലാസ്സിൽ നടന്ന അഖീദയുടെ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.